സഹോദരി അനുഭവിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാമെങ്കിൽ, ആ രാത്രി ഇവരുടെ അങ്ങേയറ്റത്തെ ഒരു ദേഷ്യഭാവം ഉണ്ടായിരുന്നു, അതൊന്നും വിവരിക്കാമോ? ദേഷ്യഭാവം ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് നിന്നെ കേസിൽ കൊടുക്കും, നിന്നെ അട്ടക്കുളങ്കര ജയിലിൽ കൊണ്ടുപോകും, നിന്റെ മക്കളെയും കൊണ്ടുപോകും, നിന്റെ ഭർത്താവിനെയും കൊണ്ടുപോകും, നിനക്ക് ജാമ്യം കിട്ടില്ല, നിനക്ക് 3.5 വർഷം കഴിഞ്ഞ് നിനക്ക് വെളിയിലിറങ്ങാൻ പറ്റത്തുള്ളൂ, നിന്നെ ലോകം അംഗീകരിക്കില്ല, നിന്റെ വീട്ടുകാർ നിന്നെ അംഗീകരിക്കില്ല, നാട്ടുകാർ അംഗീകരിക്കില്ല, നിന്റെ മക്കൾ നിന്നെ അംഗീകരിക്കില്ല എന്നൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞ് എൻ്റെ മനസ്സിനെ വല്ലാതെ എനിക്കറിയില്ല സാർ. ഇനി കുറേ വർഷം കഴിഞ്ഞാലേ എൻ്റെ മനസ്സ് നല്ല നേരെയാവുള്ളൂ സാർ. അതുപോലെ ഇപ്പം പറയുന്നത് തന്നെ എനിക്ക് സമതല തെറ്റുന്ന ഒരു അവസ്ഥയാണ് സാർ. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അറിയാം ബിന്ദു, കാരണം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഈ പറയുന്ന ലക്ഷോപലക്ഷം വരുന്ന മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർ കേൾക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച്, നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മൾ അകപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ വിശ്വാസിയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഈശ്വരൻ മാത്രമേ കാണൂ. ഈശ്വര, ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കും. കാരണം ബാക്കിയുള്ള അയൽവക്കക്കാർ നമ്മെ ഒറ്റിക്കൊടുക്കുക വെച്ചാൽ അയൽവക്ക ഇത്രയും തെളിവോടുകൂടി പോലീസ് പറയുകയാണ് ഇത് തെളിവാണ് എന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അയൽവക്കക്കാർ, ബന്ധുക്കൾ അനുഭവിക്കുന്ന അങ്ങേയറ്റത്തെ വേദന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കണം. ബിന്ദു, ഒരു കാര്യം കൂടി, പിറ്റേന്ന് രാവിലെ 9 മണിയോടുകൂടി രാവിലെ അറിയുന്നു ആ വീട്ടിൽ ആ ആഭരണം ഉണ്ട് എന്ന് അറിയുന്നു. അതിനുശേഷം ഈ പോലീസുകാർ, സാധാരണഗതിയിൽ പോലീസുകാർ പറയും ഞങ്ങൾക്ക് തെറ്റുപറ്റിയ, പോലീസുകാരിലൊരു സാമാന്യമായി ആരായാലും മനുഷ്യത്വമുള്ള ഹൃദയമുള്ള ആളുകൾ പറയും അയ്യോ തെറ്റുപറ്റിപ്പോയി സഹോദരി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന്? അങ്ങനത്തെ ഒരു സംസാരമേ ഉണ്ടായില്ല സാർ. ഈ നിമിഷം വരെ ഉണ്ടായില്ല. ഈ ജനങ്ങളും വായിൽ നിന്ന് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ ഒരംശം പോലും ആ പോലീസന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സാർ. ബിന്ദു, ഇതൊക്കെ കേട്ടപ്പോൾ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? പിന്നീട് മൂത്ത ചേട്ടന് ഭയങ്കര സങ്കടമാണ്. കാരണം നമുക്ക് വേറെ ആരുമില്ല. എൻ്റെ ചേട്ടൻ മാത്രമേ, ചേട്ടന് മക്കളെ എനിക്കുള്ളൂ. ബന്ധുക്കളുണ്ട്, എങ്കിലും എനിക്കൊരു കാര്യം വന്നാൽ താങ്ങ് നിൽക്കാൻ എൻ്റെ ചേട്ടൻ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ജോലിക്കൊന്നും പോവാതെ. ജോലി ഉണ്ടെങ്കിലും പോവില്ല, എന്നെ കരുതി ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസം മക്കൾ പറഞ്ഞു അമ്മ അങ്ങനെ, മക്കൾ പറഞ്ഞു അമ്മ അങ്ങനെ ചെയ്യില്ല, അത് അമ്മയ്ക്ക് എനിക്കറിയാം, അമ്മ അങ്ങനെ ചെയ്യില്ല പറഞ്ഞു. പിന്നെ അച്ഛൻ പറയും അമ്മയെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോവും. അമ്മയുടെ കൂടെ തന്നെ കാണണം എന്നൊക്കെ പറയുമായിരുന്നു. അല്ല, അതിനുശേഷം അനുഭവിച്ച കാര്യം കൂടി, അതിനുശേഷം ആ രാത്രിയൊക്കെ വിട്ടുപോവുക. ആരാണ് ഈ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ലോകത്തോട് പറയാൻ ആരുമില്ല. ബിന്ദുവിനറിയാം. ബിന്ദുവിൻ്റെ അടുത്ത് ഞാൻ ബിന്ദുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പേരുക്കട വരെ പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ എന്താണ് തോന്നിയത്? ആരുമില്ലാത്തൊരവസ്ഥ തോന്നിപ്പോയോ? സഹായിക്കാൻ ആരോട് പറയുന്ന അവസ്ഥ തോന്നിപ്പോയി അല്ലേ? തോന്നിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല, എനിക്ക് നമ്മൾ ലോകമായിട്ട്. കാരണം എനിക്ക് നേരം വിളിക്കുമ്പോൾ ജോലി, എൻ്റെ മക്കളെ കാര്യങ്ങൾ, ജോലി, നമുക്ക് വല്ലതൊക്കെ മേടിക്കണം എന്നല്ല. അതിനപ്പുറത്തോട്ട് എനിക്കൊരു ചിന്തയില്ല സാറ്. മക്കളെ അയക്കണം, പൈസ ഉണ്ടാക്കണം, നല്ലവണ്ണം ജീവിക്കണം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല സാർ. ജോലിക്ക് പോകണം, അന്തസ്സായിട്ട് ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ സാർ. കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ബിന്ദു? എൻ്റെ കുടുംബത്തിൽ ഇപ്പം വലിയ പ്രയാസമാണ്. കുറേ ദിവസം കൊണ്ട് ഭയങ്കര പ്രയാസമാണ്. വീട്ടിൽ ചേട്ടന് പണിയില്ല, ബുദ്ധിമുട്ടാണ് സാർ. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മക്കളാണ്. ഇതുവരെയുള്ള ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നവർ തന്നെയാണ്. തീർച്ചയായും കേരളം ബിന്ദുവിനൊപ്പം നിൽക്കണം. കാരണം നമ്മൾ മേന്മ നടിക്കുമല്ലോ, സ്ത്രീ സുരക്ഷ എന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെക്കുകയും നാഴികയ്ക്ക് 40 വട്ടം ഇങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന വലിയൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ് ബിന്ദു, സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് നോക്കാതെ, ആ പരാതി പോലും നോക്കാതെ വലിച്ചെറിയുന്ന ആ മഹനീയ വ്യക്തിയുടെ ആ മേന്മയും ഈ പറയുന്ന പോലീസുകാരുടെയും രണ്ടുപേരുടെയും അവസ്ഥകൾ തമ്മിൽ, മാനസികാവസ്ഥകൾ തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കണം. അപ്പോൾ എവിടെയാണ് ഇവർ ഈ കടലാസിൽ എഴുതി വയ്ക്കുന്ന, ഇവർ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സ്ത്രീ സുരക്ഷയ്ക്ക്, അതായത് നിരാലംബരെ
പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങ് ചേർത്ത് പിടിക്കുമെന്ന്. ഇവരുടെ കയ്യിൽ നിന്ന് ലഹരി പദാർത്ഥമൊന്നും പിടിച്ചിട്ടില്ല, ഒരു തുണ്ട് ലഹരി പോലും പിടിച്ചിട്ടില്ല. അപ്പോൾ ചേർത്തങ്ങ് പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കുക, എവിടെയാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന്. അപ്പോൾ പി.കെ. ശ്രീമതിയുടെ വാക്കുകൾ വീണ്ടും ഞാൻ കടമെടുക്കുകയാണ്. നടപടി ഈ പോലീസുകാരിൽ മാത്രം നടത്തി മുഖം രക്ഷിച്ച് കൈ കഴുകി പോകരുത്. പല്ലിളിച്ച് ചിരിക്കുന്ന ചില പ്രമാണിമാരുണ്ടല്ലോ, അവർക്കെതിരെയും നടപടി വേണം.